ഇനി നമ്മൾ ചെയ്യാൻ പോണത് 6B ആണ്. 6B ക്വസ്റ്റ്യൻ എന്താണ്? 6B എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള ഹാവിംഗ് ഫോക്കായി പ്ലസ് ഓർ മൈനസ് 40 ആൻഡ് ലാറ്റസ് റെക്ടം ഓഫ് ലെങ്ത് 12. നമുക്കറിയാം ഫോക്കസിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് C0 ആണ്. അപ്പൊ C ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പൊ ഫോക്കസ് കിടക്കുന്നത് എക്സ് ആക്സിൽ ആയതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ് വരിക. ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അപ്പൊ ഹൈപ്പർബോളൊക്കെ ഫുൾ സാധനങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. ഓക്കെ ആണല്ലോ. ലാറ്റസ് റെക്ടത്തിന്റെ നീളം 12 ആണ്. ഏതൊരു ഹൈപ്പർബോളയുടെയും ലാറ്റസ് റെക്ടം നമുക്കറിയാം 2b സ്ക്വയർ ബൈ എ ആണ് ഫോർമുല. 2b സ്ക്വയർ ബൈ എ എന്ന് പറയുന്ന ലാറ്റസ് റെക്ടത്തിന്റെ നീളം എത്രയാണ്? 12 ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇവിടുന്ന് 2b സ്ക്വയർ ഇസ് ഈക്വൽ ടു 12a ആയിട്ട് മാറും. ഈ എ അങ്ങോട്ട് പോകും. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 6a ആയിട്ട് മാറും. നമുക്കറിയാം ഒരു ഹൈപ്പർബോളയുടെ കേസിൽ എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സി നമ്മുടെ കയ്യിലുണ്ട് 4 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 16 കിട്ടും. എ സ്ക്വയർ എനിക്ക് അറിയത്തില്ല, പക്ഷെ ബി സ്ക്വയർ എനിക്ക് അറിയാം 6a ആണ്. ഈ 16 അപ്പുറം പോകുമ്പോ എ സ്ക്വയർ പ്ലസ് 6a മൈനസ് 16 ഇസ് ഈക്വൽ ടു 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പൊ എ ഇസ് ഈക്വൽ ടു നമുക്കറിയാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -8ഉം 2ഉമാണ് എയുടെ വാല്യൂ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. -8ഉം കിട്ടും, 2ഉം കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ -8 വരൂല, എ പോസിറ്റീവേ വരുള്ളൂ. അപ്പൊ എ നമ്മൾ എന്ത് ചെയ്യും? 2 ആണ് നമ്മൾ ചൂസ് ചെയ്യുക. -8 പോസിബിൾ അല്ല. എ 2 ആണെങ്കിൽ ബി എന്തായിരിക്കും? ബി 6a ആണ്. അപ്പൊ 6 into 2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കാണാനാണ്. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ എ 2 ആയ സ്ഥിതിക്ക് എ സ്ക്വയർ 4 ആയിരിക്കും. ബി സ്ക്വയറിന്റെ വാല്യൂ 12 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് y square by 12 is equal to 1 will be the answer for the question 6b. Clear ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് 7ാമത്തെ ചോദ്യമാണ്. 7a എന്താ പറയുന്നത്? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 3 -2 and -4. 3 -2 എന്ന പോയിന്റിലൂടെയും -14 എന്ന പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കാണാൻ, അതായത് m കാണാനുള്ള ഫോർമുല എന്താ? ദാറ്റ്സ് ഗിവൻ ബൈ ദ ഫോർമുല y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണല്ലോ. y2 - y1 4 - -2 അല്ലേ? x2 - x1 -1 -3 അല്ലേ? 4 - -2 6 ആണ്. -1 -3 -4 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3/2 എന്ന് കിട്ടും. അപ്പം 4 - -2 6 -1 -3 -4 6/-4 ദാറ്റ് ഈസ് ഈക്വൽ ടു -3/2. അപ്പൊ m സ്ലോപ്പ് -3/2 ആണെന്ന് മനസ്സിലായി. ദാറ്റ്സ് അബൌട്ട് എ പാർട്ട്. ബി പാർട്ടിലോട്ട് നോക്കൂ. B part, find the distance of the point 3, -5 from the line 3x - 4y - 26 is equal to 0. അപ്പൊ നമ്മുടെ പോയിന്റ് 3, -5 ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ ലൈന് 3x - 4y - 26 is equal to 0 ആണ്. ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന സ്ട്രെയിറ്റ് ലൈനും x1, y1 എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല ഇസ് ഗിവൻ ബൈ d is equal to determine modulus ax1 plus by1 plus c divided by root of a square plus b square ആണ്. That is equal to modulus of ax1 എന്താ? a എന്ന് പറഞ്ഞാൽ ഇതാണ് a 3, ഇതാണ് ബി -4, ഇതാണ് സി -26. അപ്പൊ ax1 എന്ന് പറയുമ്പം 3 ഇൻറ്റു ഇതാണ് നിങ്ങളുടെ x1 പാസിംഗ് പോയിന്റ്, ഇതാണ് നിങ്ങളുടെ y1 പാസിംഗ് പോയിന്റ്. അപ്പൊ 3 × 5 എന്ന് വരും. ബി എന്താ? -4 ആണ്. y1 എന്താണ്? -5 ആണ്. സി എന്താണ്? -26 ആണ്. ദാറ്റ്സ് എ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ എന്ന് വരും. വ്യക്തമാണല്ലോ? ഈ നെഗറ്റീവും കൂടെ പ്ലസ് ആകൂലേ? അപ്പൊ 15 വരും, +20 വരും, -26 വരും, ഡിവൈഡ് ബൈ താഴെ 5 വരും. കാരണം 9ഉം 16ഉം 25 ആണ്. 25ന്റെ റൂട്ട് 5 ആണ്. 15ഉം 25ഉം കൂട്ടുമ്പോ എത്രയാ? 35 ആണ്.
35 26 കുറയ്ക്കുമ്പോ എത്രയാണ്? 9 ആണ്. 9/5 will be the answer. ക്ലിയർ ആണല്ലോ? AX1 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു AX1 സോറി 3 ഇൻറ്റു 3 ആണ്. നമ്മൾ 5 കൊടുത്തിരിക്കുന്നത് കേട്ടോ. 3 ഇൻറ്റു 3 ആണ് മക്കളെ. അപ്പൊ ഇവിടെ 3 ഇൻറ്റു 3 9 ഉണ്ടാവത്തുള്ള. 9 പ്ലസ് 29 3 ആണ് കേട്ടോ. 3/5 ആണ് കേട്ടോ. അപ്പൊ A എത്രയാ? A3. X1 എത്രയാ? 3. അപ്പൊ 3 ഇൻറ്റു 3 ക്ലിയർ അല്ലേ? B എന്താ? -4 ഇൻറ്റു Y1 -5 -4 ഇൻറ്റു -5. C എന്താണ്? -26 ആണ്. അപ്പൊ 9 പ്ലസ് 20 29 -26 3/5 ആണ് ഉത്തരം വരിക. ദാറ്റ്സ് അബൌട്ട് 7B. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മനസ്സിലാക്കണേ. 8ാമത്തെ ചോദ്യം പറയുന്നത് സോൾവ് ചെയ്യാണ്. സോൾവ് 3 × 2 - x greater than or equal to 2 × x - 3 + 2. വളരെ സിമ്പിൾ ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. 3 × 2 6 കിട്ടും. 3 × -x ചെയ്യുമ്പോൾ -3x കിട്ടും. greater than or equal to 2 × x ചെയ്യുമ്പോൾ 2x കിട്ടും. 2 × -3 -6 കിട്ടും. +2 എന്ന് വരും. അപ്പൊ 6 - 3x greater than or equal to 2x - 4 ആയിട്ട് മാറും. ഈ -4 ഇങ്ങോട്ടും -3x അങ്ങോട്ടും പോകുമ്പോൾ 6 + 4 greater than or equal to 2x + 3x എന്ന് വരും. വരൂലേ? 10 ആണ് ഇവിടെ greater than or equal to ഇവിടെ 5x വരും. ഈ 5 അടിക്ക് പോകുമ്പോഴോ 10/5 greater than or equal to x എന്ന് കിട്ടും. അപ്പൊ 2 greater than or equal to x എന്ന് കിട്ടും. എന്ന് വെച്ചാൽ x less than or equal to 2 ആണ്. x less than or equal to 2 ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ വരുന്ന എവിടെ നിന്ന് എങ്ങോട്ടാ? 2നേക്കാളും താഴെയാണ്. 2 തുടങ്ങിയിട്ട് -∞ വരെ നമുക്ക് പോകണം. സൊല്യൂഷൻ ഈസ് -∞ to 2 എന്ന് മനസ്സിലാവും. ഓക്കെ ആണോ? ഇനി ഇതിനെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ അടുത്ത പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇവിടെ 2 മാർക്ക് ചെയ്യുക. ആ 2ന്ന് എങ്ങോട്ടാ പോണത്? ഇടത്തോട്ടാ പോണത്. കാരണം ഇൻഫിനിറ്റിയിലോട്ട് -∞ പോകുന്നുണ്ട്. സോ ദിസ് ഇസ് ദി നമ്പർ ലൈൻ സൊല്യൂഷൻ ഓഫ് ദാറ്റ് ലീനിയർ ഇൻഇക്വാലിറ്റി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, വി ആർ മൂവിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9.